ഒരു മനുഷ്യൻ സ്വന്തം സമ്പാദ്യത്തിൽ നിന്ന് 150 മില്യൺ ദിർഹം, അതായത് 361 കോടി രൂപ ഒരു രാജ്യത്തെ അനാഥരായ കുഞ്ഞുങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി രാജ്യത്തെ ഭരണാധികാരിയെ ഏൽപ്പിക്കുക എന്ന് പറയുന്ന ഏറ്റവും മഹത്തായ ഒരു നിമിഷത്തിന്, ഒരു സംഭവത്തിന്, ഒരു വാർത്തയ്ക്ക് ലോകം സാക്ഷ്യം വഹിക്കുന്നു. ആ ആൾ മറ്റാരുമല്ല, മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട, ഒരുപക്ഷെ ആഗോളതലത്തിൽ മലയാളികൾക്കും പലപ്പോഴും വിശ്വാസികൾക്കും മനുഷ്യർക്കുമാകെ അഭിമാനമായി നിറഞ്ഞു നിൽക്കുന്ന MA യൂസുഫ് അലി എന്ന് പറയുന്ന വ്യവസായിയാണ് അബുദാബി ഔക്കാഫിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഈ അനാഥ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള വലിയ മഹാദൗത്യത്തിന് ഇത്രയും വലിയ തുക സംഭാവന നൽകിയത്. അദ്ദേഹം ചെയ്ത ഈ മഹത്തായ സേവനത്തെ എല്ലാ മിഡിൽ ഈസ്റ്റ് പത്രങ്ങളും വളരെ ആഘോഷപൂർവ്വമാണ് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചത്. അത്രമേൽ ഉത്തരവാദിത്വത്തോടെ, അത്രമേൽ സമർപ്പണത്തോടു കൂടിയാണ് ഈ തുക കൈമാറാൻ സന്നദ്ധമായത് എന്നാണ് അറബി വാർത്താ മാധ്യമങ്ങൾ അദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തിയെ പുകഴ്ത്തി പറഞ്ഞത്. ഇത്തരം സംഭാവനകൾ കാണുമ്പോൾ കഴിഞ്ഞ ദിവസം എല്ലാം വാങ്ങുന്നു, എല്ലാം പിടിച്ചെടുക്കുന്നു, എല്ലാം വിൽക്കുന്നു, എല്ലാം നേടുന്നു എന്നൊക്കെ പറയുന്ന ഈ ചേട്ടനൊക്കെ ഇനി എന്താവോ എന്തോ. പത്മനാഭസ്വാമി ക്ഷേത്രം ഒഴിച്ച് മറ്റുള്ള എല്ലാ പ്രധാന ക്ഷേത്രങ്ങളുടെയും ചുറ്റുമുള്ള സ്ഥലങ്ങൾ മുസ്ലിം സമൂഹം വാങ്ങിക്കൂട്ടുകയാണ്. അതേപോലെ തന്നെ വ്യാപാര കേന്ദ്രങ്ങൾ കേരളത്തില് 5000 കോടിക്കും 10000 കോടിക്ക് ഇടയ്ക്കാണ് മത്സ്യ വിപണി എക്സ്പോർട്ട് അടക്കം. അതിന്റെ ഭൂരിപക്ഷം ഈ പ്രത്യേക സമുദായം പ്രിയപ്പെട്ട സഹോദര, ഈ പ്രത്യേക സമുദായത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ഈ കോടികളിട്ട് നന്മയ്ക്ക് വേണ്ടി, വ്യവസായത്തിന് വേണ്ടി, ഹലാലായ മാർഗത്തിലൂടെ, ശരിയായ മാർഗത്തിലൂടെ കച്ചവടം ചെയ്യുന്നതിന് വേണ്ടി ഒക്കെ വിനിയോഗിക്കുന്നത്. അത് കണ്ട് കരഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. MA യൂസുഫ് അലി എന്ന് പറയുന്ന മനുഷ്യൻ പലപ്പോഴും പലരും പല കാരണങ്ങൾ പറഞ്ഞ് പല ആംഗിളുകളിൽ നിന്നും വിമർശിക്കാറുണ്ട്. ചില നമ്മുടെ നാട്ടിലെ നിരൂപകരൊക്കെ അദ്ദേഹം വാങ്ങിയ തൃശ്ശൂരിലെ മുണ്ടകം പാടത്തിൻ്റെ കഥ പറഞ്ഞ് അദ്ദേഹത്തെ പലതുമൊക്കെ പരിഹസിക്കാറുണ്ട്. പക്ഷേ ഈ പരിഹസിക്കുന്നവരെല്ലാവരും കുരണ്ടിപ്പുറത്തിരിക്കുമ്പോൾ ഇതുപോലെ ലോകത്തിൻ്റെ നെറുകയിൽ വിസ്മയിപ്പിക്കുന്ന ഒരു മനുഷ്യനായി മാറാൻ അദ്ദേഹത്തിന് കഴിയുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത. മദർ ഓഫ് ദി നേഷൻ എൻഡോമെൻറ്റ് ഫോർ ദ ഓർഫൻ എന്ന് പറയുന്ന അബുദാബി ഔക്കാഫിന് കീഴിലുള്ള പദ്ധതിക്ക് വേണ്ടിയാണ് ഇത്രയും കൂടുതൽ തുക അദ്ദേഹം നൽകിയത്. നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ ജീവിക്കുന്നത് അനാഥർക്ക് വേണ്ടിയാണെന്നും അവരുടെ ഉത്തരവാദിത്വം, അവരുടെ വളർച്ച, അവരുടെ ഭക്ഷണം, അവരുടെ ഉപജീവനം, അവരുടെ മാർഗം, ഇതൊക്കെ ഈ സമൂഹത്തിലെ എല്ലാവരുടെയും തുല്യ പങ്കാളിത്തമുള്ള ഉത്തരവാദിത്വത്തിൻ്റെ കീഴിൽ വരുന്നതാണെന്നും അതുകൊണ്ട് തന്നെ ഇത്തരമൊരു തുക കൈമാറി ഈ രാജ്യത്തിൻ്റെ ആ നന്മയായ പ്രവർത്തനങ്ങളിലൂടെ UAE ആകെയുള്ള അനാഥരായ കുഞ്ഞുങ്ങൾക്ക് സഹായം എത്തിക്കുന്നതിൻ്റെ ഭാഗമായി മാറിയതിൽ തനിക്ക് അഭിമാനമേ ഉള്ളൂ എന്നാണ് അദ്ദേഹം ഈ വാർത്തയോട് പ്രതികരിച്ചത്, അല്ലെങ്കിൽ ഈ പ്രവർത്തനത്തിൽ പങ്കാളിയായ ശേഷം എല്ലാവരോടും പറഞ്ഞത്. അതോടൊപ്പം ആ സർക്കാരിലൊക്കെ നമ്മുടെ പല ജനാധിപത്യ സുതാര്യ സർക്കാരുകളെക്കാൾ ഇത്തരം സഹായങ്ങളും ഇത്തരം പ്രവർത്തനങ്ങളുമൊക്കെ ശരിയായ ദിശയിൽ, ശരിയായ രീതിയിൽ ഈ പാവങ്ങൾക്ക് ലഭിക്കുന്നതിന് ആവശ്യമായ ക്രമീകരണം അവരേർപ്പെടുത്തും എന്നുള്ളതും അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഏതായാലും എല്ലാവരും നേടുന്ന കണക്കുകൾ കൂട്ടി, അല്ലെങ്കിൽ അത്തരം ലാഭങ്ങളിൽ കുടുങ്ങി അതിനുവേണ്ടി തമ്മിലടിക്കുന്ന സഹോദരങ്ങൾക്ക് നടുവിൽ സമ്പത്ത് കൂമ്പാരത്തിൻ്റെ ചുവട്ടിൽ അവസാനം വരെ സൂക്ഷിച്ചു വെച്ച ശേഷം ഇപ്പോൾ 10,000 കോടി രൂപയുടെ വീടും സ്വസ്ഥവുമൊക്കെ ജപ്തി ചെയ്യപ്പെടുന്ന പുതിയ കാലഘട്ടത്തിൻ്റെ മുതലാളിമാരുടെ നടുവിൽ ഇങ്ങനെ കൈനിറയെ തൻ്റെ ഇഷ്ടങ്ങൾക്ക്, തൻ്റെ സംതൃപ്തിക്ക്, തൻ്റെ തീരുമാനങ്ങൾക്ക് വിധേയമായി വാരിക്കൊടുക്കുന്ന ഒരു മനുഷ്യൻ എന്നതും നാളെ ഒരു ചരിത്രമാണ്. ഈ പറയുന്നത് പോലെ ഇന്ന് പല കാരണങ്ങളാൽ ഇത് കണ്ട് വേദനിക്കുന്നവരുണ്ട്. ആ വേദനിക്കുന്നവർക്കൊക്കെ സ്വയം വേദനിച്ചില്ലാതാകാം എന്നുള്ളതിനപ്പുറത്ത് ഈ നന്മകളൊക്കെയും എഴുതപ്പെടും, രേഖപ്പെടുത്തപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.